ഒരു തിരിച്ചെത്തി, അതാണ് പുഷ്പ പറയുന്നത്. തിരിച്ചെത്തി ഇലയുടെ ഇടയിൽ കൂടെ ആർക്കെങ്കിലും ട്രഷർ ഹണ്ടിന് വന്നപ്പോ എത്തിയ പോലെ അല്ലേ? പക്ഷെ ഇത് പഴയതിനേക്കാൾ അപ്പുറമായിട്ട് വരികയാണല്ലോ. ശ്രീജിത്ത് ആണെങ്കിൽ എന്നെ എന്നും എന്നോട് പറയും, ആശാ വണ്ണം കുറയ്ക്കണം, ഇങ്ങനെ വണ്ണം വെച്ച് പോവരുതെന്ന് എപ്പോഴും എൻ്റെ അടുത്ത് പറയും. നമുക്കിനി വരുന്ന ഓരോ മാസങ്ങളിൽ എൻ്റെ വണ്ണം എങ്ങനെ കുറയുന്നു എന്ന് നമുക്ക് ലൈവായിട്ട് കാണാം. പക്ഷെ ഞാൻ രാവിലെ ഞാനിപ്പോൾ ഒരു വണ്ണം കുറയാനായിട്ട് ഒരു മസാല ടീ കുടിക്കുന്നുണ്ട്. സദ്ഗുരേ ശരണം. കുറേ നാളിന് ശേഷം ഇന്ന് നടക്കാൻ പോയി. വേറെ ഒന്നുമല്ല, നന്നായിട്ട് എൻ്റെ വണ്ണം കൂടിയിട്ടില്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഭയങ്കര വണ്ണം അല്ലേ? ഇത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നന്നായിട്ട് വണ്ണം വെച്ചല്ലേ? നമ്മുടെ ന്യൂലാൻഡ് ഉണ്ട്, ആശ്രമത്തിൻ്റെ ന്യൂലാൻഡ്, അവിടെയാണ് നടക്കാൻ പോയത്. വേറെ ഒന്നുമല്ല, എല്ലാ ദിവസവും ഇപ്പോൾ ആര് കണ്ടാലും എൻ്റെ വണ്ണത്തിനെ കുറിച്ച് പറയാൻ തുടങ്ങി എന്നുള്ളതാണ്. ഒരുപാട് വണ്ണം കൂടി, ഇനി ശ്രദ്ധിക്കണമെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ കണ്ടപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു, ആശ ഇത് പഴയതിനേക്കാൾ അപ്പുറമായിട്ട് വരികയാണല്ലോ, വണ്ണം എന്താ കുറയ്ക്കാത്തത്? ആശ ഭയങ്കര മെലിഞ്ഞതല്ലേ എന്ന് പറഞ്ഞു. ശരിയാ, ഞാൻ 69 കിലോ വരെയായി. നിങ്ങൾ ഈ ഫോട്ടോസ് ഒന്ന് നോക്കിക്കോട്ടോ, ഇത്രയും ഡിഫറൻസ് എൻ്റെ വണ്ണത്തിനുണ്ടായിരുന്നു. ഇപ്പം ഞാൻ വീണ്ടും ആ പഴയ പാതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ വെയിറ്റ് ഞാൻ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല, എനിക്ക് ചെക്ക് ചെയ്യാനൊരു ധൈര്യം കിട്ടുന്നില്ല. അപ്പോൾ ഇനി വീണ്ടും ഞാൻ സെഞ്ചുറി അടിച്ചോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ എന്തായാലും വണ്ണം കുറയ്ക്കാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇനി വണ്ണം കുറച്ചേ പറ്റൂ, കാരണം എനിക്ക് മുട്ടുവേദനയൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്, പിന്നെ നടക്കാനൊക്കെ പാട്, പിന്നെ എന്താ പറയുക, എല്ലാം ഒട്ടൊരു സുഖമില്ല. നമുക്ക് ബോഡി ഭയങ്കര എത്രയോ കിലോ ചുമന്നുകൊണ്ട് നടക്കുന്ന പോലത്തെ ഒരു ഫീലല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും കുറയ്ക്കാം. അപ്പം ശ്രീജിത്ത് ആണെങ്കിൽ എന്നെ എന്നും എന്നോട് പറയും, ആശാ വണ്ണം കുറയ്ക്കണം, ഇങ്ങനെ വണ്ണം വെച്ച് പോവരുതെന്ന് എപ്പോഴും എൻ്റെ അടുത്ത് പറയും. എക്സസൈസ് ചെയ്യാനും ഒരുപാട് കാര്യങ്ങളും പറയാറുണ്ട്. ഞാൻ എക്സസൈസ് ചെയ്യുന്നത് ശ്രീജിത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താണ് ഏറ്റവും സുഖമായിട്ടുള്ള എക്സസൈസാണ്. എന്ന് വെച്ചാൽ എനിക്ക് നല്ല സുഖമായിട്ട് വെറുതെ കൈയും കാലും ഒക്കെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ പൊക്കും. അതൊക്കെ ഒരു സോഫ്റ്റായിട്ട്, അതായത് വണ്ണം കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സസൈസ് അല്ല ആശ ചെയ്യുന്നത്. ഇങ്ങനെയൊന്നും ചെയ്താൽ വണ്ണം കുറയ്ക്കാൻ പറ്റില്ല. ചെയ്യുവാണെങ്കിൽ ഒരു 10 മിനിറ്റ് നല്ല ഫോഴ്സിൽ നല്ല എനർജിയിൽ അങ്ങ് ചെയ്തത് ഇപ്പോൾ ഈ വയറും എല്ലാം കുറയുമെന്ന് പറയും. അപ്പോൾ എന്തായാലും ഇനി കുറച്ചേ പറ്റൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വ്ളോഗ് എടുക്കാം. അപ്പോൾ വ്ളോഗ് എടുക്കുമ്പോൾ എന്താ, നാട്ടുകാരോട് മുഴുവനും ഞാൻ പറഞ്ഞല്ലേ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് തന്നെ ഒരു ചിന്തയുണ്ടാവും, അയ്യോ കുറഞ്ഞില്ലെങ്കിൽ എന്തൊരു മോശമാണെന്ന് എനിക്കത് തോന്നുമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ആ ഒരു ചലഞ്ച് എനിക്ക് വേണം, ആവശ്യമാണ്. അതെനിക്കൊരു മോട്ടിവേഷനായിരിക്കും. അപ്പോൾ ലൈവായിട്ട് കുറയ്ക്കാം. നമുക്കിനി വരുന്ന ഓരോ മാസങ്ങളിൽ എൻ്റെ വണ്ണം എങ്ങനെ കുറയുന്നു എന്ന് നമുക്ക് ലൈവായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്കും അത് ഉപകാരമാവുമെന്ന് എനിക്കറിയാം. എൻ്റെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി കണ്ടിട്ട് നമ്മുടെ ചാനലിൽ വന്നവരാണ്. അപ്പോൾ അവരെല്ലാവരും എവിടെ പോയി? നിങ്ങളെല്ലാവരും എന്നെ ഇപ്പോൾ വീഡിയോസിലൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ പലരും പറയുന്നത്, ചേച്ചി വണ്ണം കൂടിയിട്ടുണ്ടല്ലോ. ചിലർ പറയും നല്ല രസമുണ്ടെന്ന് പറയുന്നുണ്ട്. അതും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം ഇന്നലെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ശരി, എനിക്ക് ബോഡി വെയിറ്റ്, അതായത് വയറൊക്കെ ചാടുന്നു, കൈ വണ്ണം, അങ്ങനെ ഒരു സുഖമില്ല എന്തായാലും. അപ്പം കുറയ്ക്കാം. അപ്പം ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഒരു ചെറിയ രീതിയിലൊരു ഡയറ്റിങ് തുടങ്ങിയിട്ടുണ്ട്. ഡയറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഞാനിപ്പോൾ എന്താ കഴിക്കുന്നത്, വണ്ണം കുറയുമ്പോൾ ഞാൻ അത് ഓരോന്ന് പറഞ്ഞു തരാം. അതൊന്ന് കുറയട്ടെ. അപ്പോൾ കുറയട്ടെ എന്നല്ല നമ്മൾ പറയില്ല, മാനിഫെസ്റ്റേഷനിൽ പറയുന്നത് എന്താ, വണ്ണം കുറഞ്ഞു, ഐ ആം സ്ലിം ആൻഡ് ഫിറ്റ് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഐ ആം ഓൺലി 69 കിലോസ്. എൻ്റെ ആഗ്രഹം അതാണ്, 69 കിലോ ആകണം. പക്ഷേ അത് 69 കിലോ എൻ്റെ മുഖം ഒട്ടി ഭയങ്കര ഈ മാങ്ങ ഉപ്പിലിട്ടതുപോലെ ആയിപ്പോയി. അതെനിക്ക് ഈ ഫോട്ടോ കണ്ടാൽ എനിക്ക് സഹിക്കാൻ വയ്യ, ആ ഒരു രൂപം കണ്ടിട്ട്. അപ്പോൾ ശ്രീജിത്ത് പറഞ്ഞു അതൊക്കെ ശരിയാവും, നല്ല രീതിയിൽ ആ വണ്ണം മെയിൻറ്റെയിൻ ചെയ്തിട്ട് പിന്നെ നല്ല ഭക്ഷണം ആവശ്യത്തിനൊക്കെ കഴിച്ചിരുന്നെങ്കിൽ ആ മുഖം ശരിയായനെ. അതിനു മുമ്പേ ആശ ഭക്ഷണമൊക്കെ കഴിച്ച് മധുരവും വീണ്ടും എല്ലാം കഴിക്കാൻ തുടങ്ങിയിട്ടാണ് ഇങ്ങനെ വണ്ണം വെച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ഒന്ന് നോക്കട്ടെ, എൻ്റെ മുഖത്തിന് ഡാമേജ് ഒന്നും പറ്റാത്ത രീതിയിൽ നല്ല ഒരു ഭംഗിയോടുകൂടി വണ്ണം കുറയ്ക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അതിനുള്ള ശ്രമം തുടങ്ങുവാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഞാൻ നടക്കാൻ പോയത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ന്യൂലാൻഡിലാണ്. അവിടെ ഞാൻ ചെന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ കാണിച്ചു തരേണ്ട ഒരു സ്ഥലമാണ്. ജുമാൻജി
എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് ന്യൂലാൻഡിലുള്ളത്. ഞാൻ കാണിക്കാം. നടക്കാൻ പോയ ആ ഒരു ഇത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളൊന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നടക്ക് അങ്ങോട്ട് കൈ വീശി. ഇത്രയും നമ്മൾ ഇങ്ങനെ എടുക്കും. സ്പീഡ് കൂട്ടിയിട്ട് ബാഗിൽ ഞാൻ പിടിച്ച ഷോർട്ട് ഫിലിമാണ് കേട്ടോ. സ്പീഡ് ജിമ്പലാണ്. അവിടെ കാണിക്കേണ്ടത് ഇപ്പൊ വിചാരിച്ചതേ ഉള്ളു. അത് അപ്പുറത്തുനിന്ന് കാണിക്കാം. നീ വാ. വെളുക്കും. എനിക്ക് ഓർമ്മ അച്ഛന് സ്ഥിരം ഒരു കൊടുക്കുവാണ്. കേട്ടോ അയ്യോ ഇങ്ങനെ അത്തളോ പൊത്തളോ നിക്കാതെ അങ്ങോട്ട് നടക്ക്. ഞാൻ പെട്ടെന്ന് തുടങ്ങും. അപ്പൊ എന്തേലും കുണുകുണ പറയണം. അല്ലെങ്കിൽ ഇങ്ങനെ ആക്ഷൻ വല്ലതും കാണിച്ചാൽ മതി. അയ്യോ ചാർജ് കുറവാണ്. Now it's 7:30. വേദന കുറവുണ്ടല്ലേ? സ്പീഡിൽ നടക്ക്. വാക്ക് ഫാസ്റ്റ്. Like this? Yes. Right. നടക്കങ്ങോട്ടെ. Yes. ഇത് കാട്ടിലോട്ട് പോകാൻ പോണ. ക്യാമറ
അങ്ങനെ എത്ര മിനിറ്റ് ആയി ജനലക്ഷ്മി? 8 മിനിറ്റ് ആയിട്ടുള്ളൂ. ഞാൻ വേർത്തിട്ട് പോലും ഇല്ല. അപ്പൊ എത്ര നടക്കേണ്ടി വരും അല്ലേ? അല്ലേ, എത്ര നടന്നാലായിരിക്കും നമ്മളൊന്ന് കാണുന്നത്? ഗോഡ്, നടന്നു. ജനലക്ഷ്മി പുഷ്പത്തിന്റെ കൂടെ നടന്ന് ഫേസ് പുരാതനമായ ഒരു സ്ഥലത്ത് നമ്മൾ ഏത് സീരിയലിൽ ഇതൊക്കെ കാണുന്നത്? നമ്മൾ ഏതോ സീരിയലിൽ കാണൂലേ ഇങ്ങനത്തെ സ്ഥലം? ഭയങ്കര പുരാതനമായ ഏതോ ഒരു സ്ഥലത്ത് ട്രഷർ ഹണ്ടിന് വന്നപ്പോ എത്തിയ പോലെ അല്ലേ? ഇതിനൊക്കെ ക്ലോസ് ഏതാക്കട്ടെ? ഞാൻ എന്നോട് പിടിക്കൂ. അതും കൂടെ വീഡിയോയിൽ എടുക്കരുത്. സെൽഫി സെൽഫി നീ ഓഫ് ചെയ്തോണ്ടിരിക്കണം. സെൽഫി മതി. അമ്മ നിക്ക്. ഫോട്ടോ എടുത്തോട്ടെ, തമ്പനിയിൽ എടുക്കാൻ. അവിടെ നിന്നു അതിനെടുത്തോളാലോ ഫോട്ടോ. ഫോട്ടോ എടുക്കുമ്പോ ക്ലിയറാ. നോക്ക്. എന്റെ വെയിറ്റ് ചെയ്യാൻ വാ. ഓ ഫ്രോഗാണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത്. ഫ്രോഗാണ് വെൽക്കം ചെയ്യുന്നത്. എടുത്തല്ലേ നോക്കി വെൽക്കം ഡൈനസറിനെ കാണാം. ഡൈനസറിനെ ജുമാൻജി അല്ലേ? അതാണ് എനിക്ക് തോന്നിയത്. ജുമാൻജിയിലെത്തി. അതാണ് കാണാൻ പറ്റുന്നുണ്ടോ? അയ്യോ, ഈ പുലിയുടെ ബാക്ക് പോയി. ബൈ ധനലക്ഷ്മി. ഇനി നമുക്ക് സെൽഫി ചെയ്യാൻ വെക്കണം. കുറച്ച് ഒരിക്കലും നിങ്ങൾ നടക്കുമ്പോൾ കാണിച്ചു. ഈ സൈഡിൽ ക്ലോസപ്പിലേക്ക് തമ്പനിയിലൊക്കെ കൊടുക്കാൻ പറ്റും. ചക്ക ബാ. ആനിമൽസിനൊക്കെ സൂം ചെയ്ത് കാണിക്കുന്നു. അത് കാണിച്ചു നേരത്തെ. നടക്കുന്നേരെ ഇനി പോസ് ചെയ്യുവാണ്. വേണ്ട, ചുമ്മാ ഇരി. മതി, വാ നടക്ക്. The Newland dog family. നടക്ക്. എടുക്ക, നടക്ക്. അത് നമ്മുടെ ഓൾറെഡി ഉള്ള നല്ല ക്ലിപ്പ്. ഇതിന്റെ ഈ ഒരു അതൊന്നും നോക്കൂല. ഒളിക്കാനൊന്നുമില്ല. നൈസിനെടുക്ക. അമ്മേ, എനിക്ക് കുറച്ച് നാണമൊക്കെ ഉണ്ട്. കാല് എനിക്ക് ഇതാ വരുന്ന ആൾക്കാർ. ഹാപ്പിനെസ് ഗാർഡൻ അവിടെ ചെന്ന് ഞാൻ നിൽക്കുന്നതാണ്. ഹാപ്പിനെസ് ഗാർഡനിൽ ഞാൻ കുറച്ച് കോഫി കുടിക്കട്ടെ. ഇന്നലെ ആക്ച്വലി ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ് ഞാനിപ്പോൾ തുടങ്ങി. അപ്പോൾ ഇന്നലെ ആക്ച്വലി ഞാൻ ഒരു ഉച്ചയ്ക്ക് മുമ്പൊക്കെ ഭക്ഷണം കഴിച്ചതാണ്.
അത് കഴിഞ്ഞ് ഞാൻ 2 ഏത്തപ്പഴം കഴിച്ചു കേട്ടോ, അത് മാത്രം. പിന്നെ ചായ കുടിച്ചു. ചായയല്ല, ഇപ്പം ചായ കുടിക്കുന്നില്ല, ഇപ്പോൾ കട്ടൻ ചായ കുടിക്കും. എന്നിട്ട് കോഫി അത് നമുക്കൊരു ഇഷ്ടത്തിന് വേണ്ടി കോഫി കുടിക്കുന്നുണ്ട്. അതിൽ ശർക്കര ഇട്ടാണ് കുടിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ വണ്ണം കുറയ്ക്കണമെങ്കിൽ നമ്മൾ എല്ലാ മധുരവും കട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. ശർക്കര പോലും കട്ട് ചെയ്യണം. ഈവൻ തേൻ പോലും നമുക്ക് വണ്ണം കുറയുന്നതിൻ്റെ സ്പീഡ് കുറയും തേനൊക്കെ കഴിച്ചാൽ. അപ്പോൾ എനിക്ക് പക്ഷെ അത്രയും അങ്ങ് എക്സ്ട്രീമിലേക്ക് പോകാൻ എനിക്കൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു, അല്ലെങ്കിൽ മടുത്തു പോകും, നമുക്ക് പിന്നെ ജീവിക്കുന്ന എന്തിനാന്ന് തോന്നത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് കോഫി കുടിക്കാം, ശർക്കര ഇട്ട് കുടിക്കാം. പിന്നെ ഇനി നടക്കുക, എക്സസൈസൊക്കെ ചെയ്ത് ഈ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങും കൂടെ ആകുമ്പോൾ എന്തായാലും വണ്ണം കുറയും, അത് എനിക്ക് ഉറപ്പാണ്. അപ്പം നിങ്ങളും ഇതുപോലെയൊക്കെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളും നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് ആദ്യമേ തുടങ്ങണം, ഐ ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദ സ്ക്രാച്ച് എന്ന് പറയുന്ന പോലെയാണ് തുടങ്ങണം. എൻ്റെ വീഡിയോസ് തന്നെ ഞാനെടുത്തൊന്ന് കണ്ടു നോക്കട്ടെ എന്ന് വിചാരിക്കും. ഇപ്പോൾ കോഫി നല്ല ടേസ്റ്റാണ്, ഒരു പ്രത്യേക സുഖമാണ് കോഫി കുടിക്കാൻ. തണുത്തു പോയി, അതുകൊണ്ട് ഇത്ര സ്പീഡിൽ കുടിക്കുക. ഈ നടക്കുന്നതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് ഞാനൊരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്. ഇപ്പം ഹിപ്പോക്രട്ടീസ് പറഞ്ഞേക്കുന്നത് എന്താ അറിയോ, നടക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മരുന്നെന്ന. അതായത് നല്ല വെള്ളം കുടിക്കുക. വെള്ളം എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ മെഡിസിനാണ്, യൂണിവേഴ്സൽ മെഡിസിൻ. അപ്പോൾ വെള്ളമാണ് ഏറ്റവും വലിയ മെഡിസിൻ. അപ്പോൾ ആവശ്യത്തിന് വെള്ളവും കുടിച്ച് ആവശ്യത്തിന് വെള്ളം കുടിക്കണം. നമ്മുടെ ശരീരത്തിൽ 70% വാട്ടറാണല്ലോ. അപ്പോൾ വെള്ളം എപ്പോഴും നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. അപ്പം നമ്മൾ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. പിന്നെ നമുക്ക് അനാവശ്യമായിട്ടുള്ള കള്ള വിശപ്പുകളൊന്നും വരില്ല. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിശക്കാന്ന് വിചാരിച്ചു, അപ്പം നിങ്ങൾ 2 ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുക. നന്നായിട്ട് വിശക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ, 2 ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചാൽ മതി. അപ്പം തന്നെ ആ കള്ള വിശപ്പ് അവിടെ അങ്ങ് തീരും. അപ്പോൾ വെള്ളത്തിന് നമ്മുടെ വിശപ്പിനെ ഒരുപാട് നീട്ടി കൊണ്ടുപോകാനായിട്ട് പറ്റും. മാത്രമല്ല നമ്മുടെ സ്കിന്നൊക്കെ ഗ്ലോ ആവും, നമ്മുടെ മുടിക്ക് നല്ലതാണ്, എല്ലാത്തിനും ബോഡിയുടെ എല്ലാ ഓർഗൻസിനും വെള്ളം നല്ലതാണ്. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങിക്കുന്നത് നമുക്ക് തന്നെ ഒരു ഇൻസ്പിറേഷനാണ് കേട്ടോ. എന്താണെന്നറിയോ, നമ്മളും ഈ എല്ലാ മനുഷ്യരുടെ ഉള്ളിലൊരു കൊച്ചുകുട്ടി ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ഇങ്ങനത്തെ ഒരു വാട്ടർ ബോട്ടിലൊക്കെ കിട്ടിയപ്പോൾ ഉണ്ടല്ലോ, ഈ വെള്ളം കുടിച്ച് തീർക്കണം എന്നുള്ള ഒരു ചിന്ത എനിക്ക് ഉണ്ടായി. അപ്പോൾ പലരും അത് പറയുന്നുണ്ട്, കാരണം ഇതിനകത്ത് അവർ തന്നെ എഴുതിയിട്ടുണ്ട് ഇതൊരു 2 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ്. അപ്പം എൻ്റെ വെയിറ്റ് വെച്ചിട്ട് എനിക്ക് ഒരു 4 ലിറ്റർ വരെ വെള്ളം കുടിക്കാം. അത് നമ്മുടെ ഓരോരുത്തരുടെയും വെയിറ്റ് അനുസരിച്ച് വേണം വെള്ളം കുടിക്കാൻ. വെള്ളം ഒരുപാടായിക്കഴിഞ്ഞാൽ എന്തൊക്കെയോ നമ്മുടെ കിഡ്നിക്ക് അങ്ങനെയൊക്കെ പ്രശ്നമുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു 2.5 ലിറ്റർ സേഫാണ്, എല്ലാവരും മസ്റ്റായിട്ട് കുടിക്കണം. ഓരോ 25 കിലോ വെയിറ്റിനും 1 ലിറ്റർ വെള്ളം എന്നാണ്. അപ്പം നമ്മുടെ വെയിറ്റ് നോക്കിയിട്ട് അതനുസരിച്ച് എത്ര ലിറ്റർ വെള്ളം വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വെള്ളം എന്നും കുടിക്കുക. നല്ല പ്ലെയിൻ വാട്ടർ കുടിച്ചാൽ മതി കേട്ടോ. അപ്പം ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഇതിങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. 7 മണിക്ക് എഴുതിയിട്ടുണ്ട് റൈസ് ആൻഡ് ഷൈൻ. ഇതിപ്പോൾ ഞാൻ ഫില്ല് ചെയ്തതാണ്. ഇത് 7 മണിക്ക് മുമ്പേ ആക്ച്വലി ഇത് തുടങ്ങണം, ഇതിൽ പറഞ്ഞേക്കുന്ന രീതി വെച്ച്. പക്ഷെ ഞാൻ രാവിലെ ഞാനിപ്പോൾ ഒരു വണ്ണം കുറയാനായിട്ട് ഒരു മസാല ടീ കുടിക്കുന്നുണ്ട്. അതായത് ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു തരാം. അതെനിക്ക് 1-2 പേര് പറഞ്ഞു തന്നതാണ്. പക്ഷെ അത് നല്ലതാണ്, കാരണം ഈ ശരീരത്തിലെ കൊഴുപ്പെല്ലാം നന്നായിട്ട് യൂറിനിലൂടെ പോകും. അതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ഈ എല്ലാ ടോക്സിക് ആയിട്ടുള്ളതും നമ്മുടെ എല്ലാ വേസ്റ്റും ഇതൊക്കെ ഇങ്ങനെ പോകുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇൻഫ്ലമേഷൻ നന്നായിട്ട് കുറയുമെന്നാണ് അവർ പറഞ്ഞത്. ശരിയാണ്, അത് കുടിക്കുമ്പോഴല്ല എനിക്ക് പെട്ടെന്ന് എൻ്റെ വയറിൻ്റെയൊക്കെ ഭാരം ഭയങ്കരമായിട്ട് പോയ പോലെ തോന്നും. അതായത് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറി നമ്മുടെ വയറിങ്ങനെ ഉള്ളിലേക്ക് ഒട്ടി വരും. അത് നമ്മുടെ ഉള്ളിൽ, അതായത് ഇപ്പോൾ ഫ്ലഷ് പുറത്തുണ്ടെങ്കിലും നമ്മുടെ അകത്തും നമുക്കൊരു ഭാരം തോന്നും. ഈ അല്ലാതെ ഗ്യാസൊക്കെ കയറിയിട്ട് വയറ് ശരിക്കും ഒരു ടൈറ്റായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കുടിക്കുന്ന ആ ചായ കുടിച്ചു തുടങ്ങിയപ്പോൾ അത് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ലൈറ്റ് ഫീലിംഗ് ഉള്ളിൽ തോന്നുന്നുണ്ട്. അപ്പോൾ അത് പതുക്കെ കുടിച്ചാൽ ശരിക്കും വണ്ണം കുറയുമെന്നാണ് പറയുന്നത്. കാരണം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അങ്ങനത്തെ സൂപ്പർ ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ അത് ചെന്നാൽ എന്തായാലും വണ്ണം കുറയുമല്ലോ. അത് ഞാൻ ആക്ച്വലി ഒരു വലിയ ഒരു കപ്പിൽ നിറയെ കുടിച്ചിട്ടാണ് രാവിലെ ആശ്രമത്തിൽ പോയത്. അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ തിരിച്ചു വന്നിട്ട് ഞാനിപ്പോൾ എൻ്റെ കോഫി കുടിച്ചു. അതുകൂടാതെ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചായിരുന്നു, വന്ന് കയറിയപ്പോൾ തന്നെ കുറച്ച് വെള്ളം കുടിച്ചു. ഇനി ഇപ്പോൾ ഈ ബോട്ടിലിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇത് തീർക്കും, പിന്നെ ഒരു ബോട്ടിലും കൂടെ എടുക്കും.
അപ്പം ഇതിലിപ്പോൾ തന്നെ 7 മണിയാകുമ്പോൾ അവർ പറയുന്നത് റൈസ് ആൻഡ് ഷൈൻ, 9 മണിക്ക് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമുക്ക് ഓരോ സമയമാകുമ്പോൾ നമ്മൾ ഈ വെള്ളം ഇത്രയും കുടിച്ച് തീർക്കണമെന്നുള്ളതാണ്. 11 മണിയാകുമ്പോൾ റിമെമ്പർ യുവർ ഗോൾ, നിങ്ങളുടെ ലക്ഷ്യം ഓർക്കുക. അതുപോലെ 1 മണിയാകുമ്പോൾ കീപ്പ് ഇറ്റ് അപ്പ് എന്ന് നമുക്കൊരു എൻകറേജ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ 3 മണിക്ക് ഹാഫ് വേ ദെയർ, പകുതി വഴി നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ആ വെള്ളം കുടിച്ച് നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നതിന് അവർ തരുന്ന ഒരു കമൻസ് ആണ്. അതുപോലെ 5 മണിയാകുമ്പോൾ യു ക്യാൻ ഡു ദിസ്. ഓക്കെ, 7 മണിക്ക് ഡോണ്ട് ക്വിറ്റ് നൗ, നിർത്തരുത്. പക്ഷെ ഇതിൽ എനിക്കൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ നമ്മൾ 9 മണി വരെ ഒന്നും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കേണ്ട. കാരണം പിന്നെ നമ്മൾ ഉറങ്ങേണ്ട ഒരു ടൈമിലേക്ക് പോവാണല്ലോ. എനിക്ക് തോന്നുന്ന ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും വെള്ളം കുടിച്ച് തീർക്കുക, അതായിരിക്കും നല്ലത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുടിക്കാൻ പോകണ്ട. അപ്പോൾ എന്തായാലും വെള്ളം നന്നായിട്ട് കുടിക്കുക, നടക്കുക. പിന്നെ ഉറക്കം എന്ന് പറഞ്ഞാൽ മസ്റ്റാണ്. കാരണം ഉറക്കം കുറവാണെങ്കിൽ നമുക്ക് വണ്ണം കൂടും. അപ്പം അതിനെക്കുറിച്ച് എന്താണെന്ന് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ പറയാം. അപ്പോൾ ആവശ്യത്തിന് ഉറങ്ങണമെന്നാണ് പറയുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് രാവിലെ ഞാൻ ഒരു 3-3:30 ആകുമ്പോൾ എന്നെ എഴുന്നേൽക്കുന്നുണ്ട്. ചില സമയത്ത് 4 മണിയായി പോവും. അപ്പോൾ എന്തായാലും 3 മണിയാണ് എൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത്. പലപ്പോഴും ഞാൻ 3 മണിക്ക് എഴുന്നേറ്റിട്ട് കുറച്ച് നേരം കൂടെ കിടക്കണമെന്ന് വിചാരിച്ച് കിടന്നു പോകും. അപ്പോഴാണ് പിന്നെ 4 മണിയായി പോവും. അപ്പോൾ എന്തായാലും ഞാൻ അത്രയും നേരത്തെ എഴുന്നേൽക്കുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് രാത്രി നേരത്തെ കിടക്കണമെന്ന് വെച്ചാൽ ഞാനൊരു 9 മണിയാകുമ്പോൾ പിന്നെ ഞാൻ ഓഫായി. അപ്പം അതുകൊണ്ട് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ടല്ലോ, ഇംഗ്ലീഷ് ഗുരുവിൻ്റെ, അപ്പോൾ അറിയാത്തവരോട് പറയണേ, നമുക്കൊരു ചാനലും കൂടെ ഉണ്ട്, ഇംഗ്ലീഷ് ഗുരു എന്ന് പറഞ്ഞാൽ സ്പോക്കൺ ഇംഗ്ലീഷിനും ഇംഗ്ലീഷ് പോഡ്കാസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയൊരു ചാനലാണ്. അതിനകത്ത് ഞാനിപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകളൊക്കെ നടത്തുന്നുണ്ട്. ഇംഗ്ലീഷ് ഗുരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, ട്യൂഷൻ, ഇംഗ്ലീഷിൽ കുട്ടികൾക്ക് ടെക്സ്റ്റും ഗ്രാമറും ഒക്കെ ട്യൂഷനും ഉണ്ട്. അല്ലാതെ വലിയവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷും ഗ്രാമറും അങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട്. അപ്പം എൻ്റെ അടുത്ത് ചിലർ വിളിച്ചിട്ട് 9:30 ക്ലാസ് എടുക്കാമോ എന്ന് ചോദിക്കും, ഈവനിങ്, രാത്രി 9:30. അങ്ങനെ ഞാൻ ചില ക്ലാസ്സൊക്കെ എടുത്തിരുന്നു. പക്ഷെ ഞാൻ ആ ക്ലാസ്സിൽ നിന്ന് ഞാൻ ഉറങ്ങിപ്പോകുന്നു. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ 9:30 എന്നുള്ള ആ ക്ലാസ് ഞാൻ വിട്ടിരിക്കുകയാണ്. 9:30 ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നില്ല. 9:30 മുതൽ 10:30 വരെ, അതാണ് ലാസ്റ്റ് നമ്മുടെ ടൈമിംഗ്. അതിപ്പോൾ ഞാൻ വേണ്ടാന്ന് വെച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നേരത്തെ കിടന്ന് ഉറങ്ങണം. രാവിലെ എഴുന്നേൽക്കേണ്ടതുകൊണ്ട് ഒരു 6-7 മണിക്കൂർ ഉറക്കം കിട്ടണ്ടേ. പിന്നെ ഇൻ കേസ് ഇപ്പം ചിലർക്ക് 9:30 പറ്റുള്ളൂ അവരുടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പിന്നെ ഇനി ഉച്ച കഴിഞ്ഞ് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി എനിക്കത് കോമ്പൻസേറ്റ് ചെയ്യണം. പക്ഷെ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് പകൽ ഉറങ്ങുന്ന ഒരു ശീലം പണ്ടേ ഇല്ല. പകൽ ഞാൻ ഇങ്ങനെ ഉണർന്ന് തന്നെ ഇരിക്കും. പക്ഷേ പകൽ കുറച്ച് ഉച്ച കഴിഞ്ഞ് ഒരു അല്പം ഉറങ്ങുന്നത് നല്ലതാണ്. ഒരു ബ്യൂട്ടി സ്ലീപ്പ് ഒന്നും അല്ലേ പറയുന്നത്, ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഉറങ്ങി. പക്ഷെ ചില ദിവസം ഞാൻ ഭയങ്കര ക്ഷീണം കൂടെ അറിയാതെ ഉറങ്ങി പോവാറുണ്ട് വല്ലപ്പോഴും ഒക്കെ. അത് ഭയങ്കര സുഖമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കര ഒരു ഫ്രഷ് ആയിട്ട് തോന്നും. നമ്മളൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ നമുക്കൊരു പുതിയ ദിവസം തുടങ്ങിയ അത്രയും നമ്മൾ ഫ്രഷ് ആവും. ടയേർഡ്നെസ് ഒക്കെ ശരിക്കും മാറും. അപ്പം അതുകൊണ്ട് ഉച്ച കഴിഞ്ഞ് ഒരല്പം ഉറങ്ങുന്നത് നല്ലതാണ്. ആരോഗ്യത്തിനും നമ്മുടെ ബ്യൂട്ടിക്കും നമ്മുടെ ഒരു മെൻറ്റാലിറ്റിക്കും ഒക്കെ നല്ലതാണ്. അപ്പം ഞാൻ ഇനി വിചാരിക്കുന്നു അങ്ങനെ ഉച്ച കഴിഞ്ഞൊരു 1 മണിക്കൂറോളം എങ്കിലും കിടന്ന് ഉറങ്ങണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് രാത്രി കുറച്ച് 9:30-10 മണി വരെയൊക്കെ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റും. ബട്ട് മോർണിംഗ് എന്ന് പറയുന്നത് അതെനിക്ക് സ്കിപ്പ് ചെയ്യാൻ ഇഷ്ടമല്ല. എനിക്ക് രാവിലെ എഴുന്നേൽക്കണം. അത് ഇപ്പം അങ്ങനെ ഒരു ശീലമായിപ്പോയി. പണ്ടൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. പക്ഷെ ആശ്രമത്തിൽ വന്നതിന് ശേഷം ഞാൻ അതിനോട് ഭയങ്കര യൂസ്ഡായി. എനിക്കിപ്പോൾ അതൊരു ഭയങ്കര ഇഷ്ടമാണ് രാവിലെ എഴുന്നേൽക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് 5 മണിക്ക് വിളക്ക് വയ്ക്കാൻ പറ്റും, 6 മണിക്ക് ആരാധനയ്ക്ക് പോകാൻ പറ്റും. അങ്ങനെ എല്ലാ കാര്യങ്ങളും. എന്നാൽ വേറെ ഒരു കാര്യത്തിന് ഒരു കോട്ടവും തെറ്റൊന്നുമില്ല. കാരണം നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ നേരത്തെ കഴിയുവാണല്ലോ. അപ്പം അങ്ങനെ. അപ്പം എന്തായാലും ഇനിയിപ്പോൾ നടത്തവും കൂടെ നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കാൻ ഉദ്ദേശിക്കുന്നു. നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിക്കുക. പിന്നെ എന്തെങ്കിലും കൊതിയായാൽ നമ്മൾ എന്ത് ചെയ്യും? അതിന് ഞാൻ പറഞ്ഞില്ല, അത്രയും ഒരു കൊതിയായ ഒരു ഫുഡ് കിട്ടിയാൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ചാത്തു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഞാനൊരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ചവച്ച് തുപ്പുക, അത്രയേ ഉള്ളൂ. അത് വല്ലപ്പോഴും നമുക്ക് അങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരും കാണണ്ട, നമ്മൾ എവിടെയെങ്കിലും പോയി നിന്ന് നന്നായിട്ട് വായിൽ ആ ടേസ്റ്റ് കിട്ടാനാണല്ലോ നമ്മുടെ ഈ കൊതി എന്ന് പറയുന്നത്. അതൊന്ന് നന്നായിട്ട് ചവയ്ക്കുക, എന്നിട്ട് എവിടെയെങ്കിലും മരത്തിൻ്റെ ചോട്ടിൽ പോയി തുപ്പിക്കളയുക. അപ്പോൾ അതാണ് ഞാൻ കണ്ടുപിടിച്ച ഒരു ടെക്നിക്ക്. പക്ഷെ അത് കൊള്ളാം കേട്ടോ. അതെനിക്ക് ആവശ്യം വരുമ്പോൾ ഞാൻ ചിലപ്പോൾ അത് പരീക്ഷിക്കുമായിരുന്നു പണ്ട് ഡയറ്റ് ചെയ്യുമ്പോഴും. പിന്നെ എനിക്ക് വണ്ണം കൂടി എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ കാലമായിട്ട് ഇപ്പോൾ ഞാൻ ഫുഡിൻ്റെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയില്ല. അതായത് ഞാൻ അങ്ങനെ ചോറോ ഇതൊന്നും കഴിക്കുന്ന ആളൊന്നുമല്ല. അതൊക്കെ പണ്ട് ഇത്തിരി കഴിക്കും, ഇപ്പോഴും അങ്ങനെ തന്നെ. പക്ഷേ ഇപ്പോൾ ഈ വണ്ണം കൂടാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ ഞാൻ ബേക്കറി ഐറ്റംസ് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. മധുരം, അതുപോലെ ഓയിലി ഫുഡ്, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് പ്രത്യേകിച്ച് ഡയറി മിൽക്ക്, ഐസ്ക്രീം, കേക്ക്, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കഴിക്കുകയാണ്.
മനസ്സിലായില്ലേ? അപ്പോൾ അതങ്ങ് പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല കുറേ നാൾ. ഞാൻ പിന്നെ വെച്ചാൽ എന്തായാലും കൂടി ഇനി എനിക്ക് കഴിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ കഴിച്ചിട്ടാണ് ഇങ്ങനെ ഇപ്പോൾ വണ്ണം കൂടിയിരിക്കുന്നത്. അല്ലാതെ എൻ്റെ ഫുഡിൻ്റെ പ്രശ്നമല്ല ഇത്. ഈ ഫുഡ്, അതായത് നമ്മുടെ നോർമൽ ഫുഡ് കഴിച്ച് വണ്ണം വെച്ചതല്ല, ചോറും കറികളോ അല്ലെങ്കിൽ പലഹാരങ്ങളോ അങ്ങനെയല്ല. ഈ മധുരം കഴിച്ചും കൊഴുപ്പ് ഉള്ള ഫുഡൊക്കെ ആവശ്യമില്ലാതെ കഴിച്ചിട്ട് വണ്ണം കൂടിയത്. അപ്പം ഇനി അതൊക്കെ ഞാനിപ്പോൾ കൺട്രോൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കഴിക്കുന്നില്ല, പൊതുവേ ഇപ്പോൾ കഴിക്കാതെ ആ രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്തോളൂ കേട്ടോ, ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ വണ്ണം. അപ്പോൾ ഇനി കുറയുമ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം വണ്ണം കുറയുന്നുണ്ട് എന്ന് പറയണം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വെയിറ്റ് ലോസ് ജേർണി ഇതാ വീണ്ടും നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും ഒരു മോട്ടിവേഷൻ എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ വണ്ണം കുറയുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും പറയണം. പിന്നെ ഞാൻ വണ്ണം കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, സദ്ഗിരീഷ്.